ഹലോ മച്ചന്മാരെ, കാസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ ആദിയോഗി ഇഷ ഫൗണ്ടേഷനിലെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കോയമ്പത്തൂരേക്ക് ഇങ്ങോട്ട് പോരുമായിരുന്നു. കോയമ്പത്തൂർ കഴിഞ്ഞ് കുറച്ചും കൂടെ നീങ്ങിയിട്ടൊരു നൈറ്റ് സ്റ്റേ പിടിച്ചു. നൈറ്റ് സ്റ്റേ എന്ന് പറയാനായിട്ട് ഈ ട്രക്കൊക്കെ ട്രെയിലറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്ന സ്ഥലമുണ്ട്. പൈസ കൊടുത്ത് പാർക്കുന്ന പേൻ പാർക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പോയി ചോദിച്ചു. ഒരു 9 മണിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങി ലേസർ ഷോ 8 മണിയപ്പോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര താമസമാണ്. നമ്മളൊരു 9:30 കഴിഞ്ഞില്ലേ? 9:30 കഴിഞ്ഞു. 9:30 കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഒന്നിലും ചാർജ് ഉണ്ടായിരുന്നില്ല. അതെ, വണ്ടിക്കും ചാർജ് ഉണ്ടായിരുന്നില്ല. ബാറ്ററി ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ വന്നു. അവിടെ സ്റ്റേ അടിച്ചു. അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഇപ്പം ഇറങ്ങി നമ്മൾ ഇവിടെ നമ്മൾ സേലത്തേക്ക് വന്നതാണ്. സേലത്തേക്ക് ഇവിടെ നിന്ന് 144 അവിടെ നിന്ന് ഇവിടെ നിന്ന് 120 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പമ്പിൽ കയറിയിരുന്നു, പെട്രോൾ പമ്പി. അവിടെ കയറി നമ്മള് ബാത്റൂമിലൊക്കെ സെറ്റായി സമാധാനം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ അടിച്ചെടുത്ത് ബാത്റൂമും കാര്യങ്ങളും ഉണ്ടായില്ല. പുള്ളി ഇന്നലെ രാത്രി പറഞ്ഞറിയാ ഇവിടെ വെള്ളമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. 4 പൈപ്പും കണ്ടുണ്ട്. പക്ഷെ 4 പൈപ്പിലും വെള്ളമില്ല. അതൊക്കെ മറ്റേ വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിന്റെ പുറകിൽ ഒരു ചെറിയൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ മാത്രം ഉണ്ടായി. പിന്നെ കുളിക്കാനോ അങ്ങനെയുള്ള ഒരു അടിക്കൊന്നും പറ്റിയില്ല. അപ്പൊ നേരെ അവിടെ നിന്ന് തിരിച്ച് തൊട്ടടുത്തൊരു 7 കിലോമീറ്റർ അടുക്കെ ഒരു പമ്പല്ല, ഒരു ഇതേപോലെ പേ ആൻഡ് യൂസ് ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കി ചെന്ന് 7 കഴിഞ്ഞ് 30 കഴിഞ്ഞിട്ടും കണ്ടില്ല. അവസാനം ഒരു പമ്പിൽ കയറി. അങ്ങനെ കണക്ക് കിട്ടുമല്ലേ? 144 പറഞ്ഞു. 30 കിലോമീറ്റർ 110 കിലോമീറ്റർ ഉള്ളൂ. 110 ആവും. അപ്പൊ എന്തോ കുറച്ചിങ്ങോട്ട് പോന്നു. 20 കിലോമീറ്റർ പോന്നു അല്ലേ? അതെ, അങ്ങനെ പറയാം. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് അന്വേഷിക്ക് സേലം പോണ റൂട്ടാണത്. അവിടെ ചെന്നപ്പോ ഒരമ്മ അവിടെ നിന്ന് ഇഡലിക്കട ഇട്ടേക്കുന്നത്. അറ്റത്ത് ഇഡലിക്കട. ഇതും ട്രക്ക് എന്തോ ഇടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അത് തന്നെ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി ചെയ്യാൻ അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ വന്നിട്ട് ഞങ്ങള് നൈസായിട്ട് വന്ന് വിളിച്ച് അല്ലേ? അതെ, വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. ശരിക്കും ഇന്നലെ നൈറ്റ് ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അയ്യോ സെറ്റായിട്ട് അടിപ്പനായിട്ട് ഇവിടെ ഫുഡ് ചെയ്ത് ലൈറ്റ് ഒക്കെ ഇട്ടല്ലേ? അത് ലൈറ്റ് ഒക്കെ ഇല്ല. ഞങ്ങളുടെ ശരിക്കുള്ള ഒരു ക്യാമ്പിങ് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് വെട്ടല്ല. അത് നല്ലതായിരുന്നു. നമുക്ക് പോയി ആദ്യം വല്ലതും കഴിക്കാം. ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? കഴിച്ചിട്ട് അതിന് മുമ്പ് നമ്മളവിടെ കുറച്ച് സീക്വൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പൊ ഇന്ന് ഡേ 3 നമ്മള് കോയമ്പത്തൂർ ഇരിക്കണത്. ഇന്നലെ രാത്രി കോയമ്പത്തൂര് കഴിയാറായി. അങ്ങനെ പറയല്ലേ? കോയമ്പത്തൂര് കഴിയാറായി. അപ്പോ ഇവിടുന്ന് സേലത്തേക്കാണ് ഇന്നത്തെ പോക്ക്. നല്ലപോലെ തുടങ്ങിയിട്ടാ ക്ലൈമറ്റ് അല്ലേ? നല്ല തണുപ്പുണ്ടാവും. നല്ല തണുപ്പുണ്ട്. അതിനനുസരിച്ച് കൊതുകുണ്ട്. ഒരു രക്ഷയില്ല. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് ഇപ്പൊ ചെറിയൊരു രാവിലത്തെ ഒരു ചായ പരിപാടി. അതെ, അതങ്ങ് തുടങ്ങാം അല്ലേ? സെറ്റ് ചെയ്യണം. ഓക്കെ. പറയട്ടെ ചേട്ടാ, വേറെന്താ പേരെന്ത്? പാലക്കാടുകാരനല്ലേ? ചേട്ടാ എത്ര അല്ലേ ഇവിടെ വന്നിട്ട്? 17 വർഷമല്ലേ? രാജേട്ട വന്നിട്ട് 32 വർഷമായി. ചേട്ടൻ ഇവിടെ തന്നെയാണ്. ഇന്നലെ സ്റ്റേ ഞാൻ ഇന്നലെ പറയാൻ തോന്നിയ രാജേട്ടനായിരുന്നു. പിന്നെ സന്തോഷം പോയി.
അവരെ കാണിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഇവരെ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇവര് നല്ല ഉറക്കം. മണി എത്ര 1:30 സമയമായില്ലേ കിടന്നപ്പോ ഏകദേശം 1:30-2 മണിയായി കിടന്നപ്പോ. അതിനല്ല നമ്മള് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് നല്ല ഉറക്കം. കാരണം ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല. ഞാൻ പോയി സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് പോകും. പിന്നെ രാവിലെ കാണിക്കാന്ന് വെച്ചു. ഇന്ന് ഞാൻ കാണിച്ചത് ഇന്നലെ രാത്രി നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോ കോയമ്പത്തൂര് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂർ നമ്മൾ കടക്കണം. ഇവിടെ നിന്ന് ടോൾ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെയാണ് ഇന്നലെ വന്ന് കയറിയത്. ഇവിടെ വലിയ പാർക്കിന് ഇവിടെ പേയ്മെന്റ് ഉണ്ടോ? വലിയ വണ്ടികൾക്കൊക്കെ പേയ്മെന്റ് ഇവിടെ വന്ന്. ഇവരാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഇന്നലെ വന്ന് ചോദിച്ച് കയറി കിടന്നോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കിടത്തിയതാണ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ജവാനാ. ഇവിടെ ജവാൻ കിട്ടുവട്ടെ. എന്തേട്ടെ ജവാൻ കിട്ടൂടെ? പറഞ്ഞോണ്ട് വന്നാ പോയ ചേട്ടൻ പോയിരുന്നു നാട്ടിൽ പോയി. കൊള്ളാം. ഇല്ല കഴിക്കില്ല. അതാ അതിന് രാജേഷനെ അടിപ്പം പറയട്ടോ, ഒന്നും പറയാൻ പുള്ളിയൊക്കെ. നമുക്കിന്ന് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സേലം പിടിക്കണം. സേലം ഇവിടെ നിന്ന് 144 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് നമ്മൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എഴുന്നേറ്റ വഴി എൻ്റെ ദൈവമൊന്നും പറയാനില്ല. എഴുന്നേറ്റ വഴി എല്ലാം റെഡിയാക്കി നേരെ കട്ടനടിച്ചിട്ട് നേരെ പോണേ. നേരെ പോയി മൊത്തം വിളിച്ച് റെഡിയായി. ഈ ബനിയർ എന്താ പറയുമോ, ഇത് തന്നെ ഇപ്പോൾ 2 ദിവസം ഇട്ടിറങ്ങണം. ഈ ബനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. ഒരിടത്തോണ്ട് എല്ലാം കൂടി അലക്കി കഴിഞ്ഞാൽ വിടാൻ ഇല്ല പണ്ട് കൊടുത്തില്ല. അവിടെ കൊടുത്താൽ മതി തോന്നേട്ടാ. വണ്ടിയുടെ നോക്കി 2 പേര്. മുട്ടക്കറി കിട്ടും. അല്ല ടേസ്റ്റ് അല്ല. എന്താണ് ഒരു ചരിവ് അവിടെ ചരിഞ്ഞു കഴിഞ്ഞാൽ പണിയൊന്നും ആയിരുന്നു. എങ്ങനെ അറിയാം? കഴിച്ചോ ഇനി അറിയില്ല. മുട്ടക്കറി ഇഡ്ഡലി കിടിലം മതി. വിഷയം മതി. ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ. കഴിച്ചു തീർത്തിട്ട് വരാം അല്ലേ? എനിക്ക് നടപടിയാകില്ല. 2 നടപടിയാകില്ല. വണ്ടി ചേട്ടാ ഒന്ന് അപ്പുറത്തിറക്കും വേണം. കുഴപ്പമില്ല. നമ്മ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയാണ് നമ്മുടെ അടുത്തുനിന്ന്. അപ്പം ഇങ്ങനെ ഇറങ്ങി വരാൻ നേരത്ത് ഇവിടെ ഒരു പഞ്ചർ കടയായത്. അവിടുത്തെ ചേട്ടന്മാരെ കണ്ടിട്ട് പിടിച്ച് നമ്മളെ അത് ചോദിക്കായിരുന്നു എങ്ങോട്ടൊക്കെയാണെന്ന്. ചാനലിലെ പേര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർത്തിച്ച. ഇവിടുന്ന് സേലം എത്ര കിലോമീറ്റർ ഉണ്ടോ? അത്ര ഉണ്ടോ? അപ്പൊ കറക്റ്റ് കണക്കാ 110. അതെ ഓട്ടെ ഏതാ? ശരി ഏതാ? മലയാളിയെ കടത്തിട്ട് ഇത് ഇരിക്കരുത്. ഓട്ടേടാ ശരി.
ഈ കണ്ട ഈ നാട്ടിൽ മൊത്തം ഹമ്പ്, ഇവിടെ ഹമ്പ്, അവിടെ ഹമ്പ്, അമ്പോ അല്ലേ? അല്ല അടുത്ത ഹമ്പ. തൈരിലാണല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടത് തൈരുന്ന. നമ്മള് സേലം പോണ റൂട്ടില് പൊല്യൂഷൻ മറ്റന്നാ തീരും, കാരണം നമ്മള് പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നേക്കണേ. മതിയാക്കിയ പൊല്യൂഷനായി. പൊല്യൂഷൻ എടുത്ത് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ അടിക്കണ്ടേ. എന്താ ദൈവം, സ്റ്റിക്കർ അടിക്കാനായിട്ട് നമ്മൾ സേലം റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോപ്പിൽ കയറി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഈ റോഡ് പോകുന്ന നേരത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടൻ, ആ ചേട്ടൻ പറഞ്ഞ് എന്നെ ഫോളോ ചെയ്യൂ. അങ്ങനെ നമ്മൾ പോകുന്നു. ഇതെന്താ പൈപ്പിടണോ? പൈപ്പിൻ്റെ എന്തൊക്കെ ലൈം അടിക്കണേ. ഇതാ സ്റ്റിക്കർ അടിക്കണ സ്ഥലം കേട്ടോ. ഇവിടെ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി പാരഡൈസ് ഹോട്ടലിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് സ്റ്റിക്കർ സ്റ്റോൾ. ഇതേ ഈ റോഡ് വഴി പോകുമ്പോഴാട്ടെ ഇത്. ഇത്തിരി കൂടി പോട്ടെ. എടുത്തോ. മതി. അതൊക്കെ കുട്ടിക്കളെ നോക്കിട്ട് വന്നേക്കണം. അവിടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് ചോദിച്ചു, സോറി. കടയുടെ പേര് കാണിച്ചാൽ ആദ്യമേ. ദി ബൈക്കേഴ്സ് സോൺ. ഇവിടെ ഈ റോഡ് തന്നെ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇല്ലേ ഈ ഒരു സൈഡ് ഇവിടെയായിട്ട് അടിക്കാൻ വേണം. ഇവിടെ ഇവിടെ നിന്ന് ഇവിടം വരെ എന്താ ഏതാ നാഗാലാൻഡ് ഇത് കൊടുത്താൽ പോരെ. ഇത് അത് മതി. ഒന്ന് കാണിച്ചേക്കുന്നത് ഈ 2 ഫോട്ടോ അടിക്കണം. ഒരു ട്രൈബിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ കലക്കി. അടിക്കാനുള്ള ഇതില്ലേ, ഇതിനകത്ത് ഒരു QR കോഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കാസിൻസിൻ്റെ ചിഹ്നം വെച്ച്. ഇത് നമ്മൾ പോണ ഒരേ ലൊക്കേഷനിൽ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വിടും. ഇവിടെ എല്ലാം മേളിൽ ചെല്ലുമ്പോൾ പോട്ടെ ഓക്കെ. അതെടുത്തായിരുന്നു ഞാൻ കയറി വന്നപ്പോൾ ഞാൻ എടുത്തായിരുന്നത്. ബൈക്കേഴ്സ് സോൺ നൈസാണ്. അടിപൊളി ഡിസൈൻസ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അടിപ്പ കവർ പോയി കഴിയുന്നു. അത് ഞാൻ പറഞ്ഞു, നമ്മ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 5 മണിക്ക് എത്തില്ല. എന്തേലും തടസ്സം വരും നമുക്ക്. നോക്കി ഇതുണ്ടോ തുണിക്കട നല്ല സാധനം കറക്റ്റ് കിട്ടും. അവിടുത്തെ മാർക്കറ്റ് റോഡ് തെറ്റിപ്പോണത്. എറണാകുളം മാർക്കറ്റ് റോഡ് പോലെ തന്നെ സേലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ഹാൾട്ട് ഹാൾട്ട് ചെയ്യാൻ ഇവിടെ ഹാൾട്ട് ചെയ്യാല. ഇവിടെ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ നിർത്ത് ചോദിച്ചിട്ട് കേട്ടെ. സാധനം നോക്കണം.
ചേട്ടാ ചേട്ടാ ഇവിടെ ഒരു ദിവസം നിൽക്കാൻ പറ്റുമോ? പഞ്ചറ അല്ല പഞ്ചറല്ല, ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യണം ഇങ്ങനെ. ഇവിടെ ഒരു ദിവസം നിൽക്കാൻ പറ്റുമോ? ഇവിടെ ഹാൾട്ട് ചെയ്യാൻ പറ്റുമോ? ஆல்ட்டா அண்ணா ஆல்ட்டு ட்ரிப் வந்துருக்காங்க, ஆல்ட்டு பண்ணுறாங்க, ஆல்ட்டு பண்ணுறாங்க. இல்லை சார் பங்களை கட்டுப்படுங்க, ரிஸ்க்கு தான். வண்டியில் வரும் பங்களை கட்டுப்படுங்க. പമ്പിലല്ലേ? ഇവിടെ പറ്റിയാലല്ല, ഇവിടെ പമ്പി ചോദിച്ചോക്കാൻ പറഞ്ഞു. ഇവിടെ റിസ്ക് വലിയ വണ്ടിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. ഞാനിവിടെ നോക്കിയിട്ട് സ്ഥലമില്ല. ആ അപ്പുറത്ത് ചോദിക്കട്ടെ, പമ്പ് പമ്പി ചോദിക്കല്ലേ? പമ്പിൽ ഒക്കെ ഇരിക്കുവാണ്, നോക്കാല്ലേ? In 100 meters, turn right to stay on National Highway 381A. എന്റെ തള്ള ഒന്നും മിണ്ടാക്കി. എന്റെ ഭഗവതി ആണ് ഞാൻ ഇവിടെ അത്യാവശ്യം ഒരു വലിയ പമ്പാകാം വെച്ചെന്നടാ. എനിക്ക് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് തരാം. In 50 meters, turn left onto National Highway 381A. അപ്പോൾ അവിടെ ഉള്ളിൽ ആരെങ്കിലും പോയി ചോദിച്ചിട്ടാ ഒരു ക്യാമറ വെച്ച് വെള്ളം കുപ്പി ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ സേലത്തിനടുത്തെത്തി. സേലത്തിനടുത്തെന്ന് പറഞ്ഞാൽ ഒരു 10-12 കിലോമീറ്റർ ഇപ്പറ ആയിട്ട് നിർത്തിയേക്കുക. ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന്റെ ബാക്കിൽ, ഇവിടെ ബാക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാണിച്ചു തന്നു കണ്ട. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വലിയ പാർക്കിംഗ് ഏരിയ. ഇതിൽ കിടില സാധനം നമ്മൾ എടുത്തിട്ട് പെട്രോൾ അടിച്ചാലേ സ്റ്റേ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പെട്രോൾ അടിക്കുന്നവർക്ക് ഫ്രീ സ്റ്റേ, പെട്രോൾ അടിക്കാത്തവർക്ക് 100 രൂപ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇതിന് മുമ്പത്തെ ഒരു പമ്പിൽ ചെന്ന്, അതിന് മുമ്പത്തെ പമ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് എന്ത് സാധനം സ്റ്റേ അടിക്കണം, പൊട്ടന്മാരൊക്കെ പോലെ അടിക്കും. എല്ലാവരും അതേപോലെ തന്നെ. പിന്നെ അവര് വേറെ തമിഴ്നാട്ടിലുള്ളവരല്ലെന്ന് തോന്നുന്നു, എല്ലാം വേറെ തമിഴ്നാടിന്റെ ഉള്ളിൽ അടിയിൽ അതേപോലത്തെ ഐറ്റം. പൂഴിയുടെ അടിയിൽ അല്ല സ്റ്റേ അടിക്കണമെന്ന് എന്താന്ന് ചോദിച്ചപ്പോൾ വായും പിടിച്ചിരിക്കണം. വേറെ നമ്മൾ ഇങ്ങനെ ലോറിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി നമ്മൾ മാനോട്ട് ഇങ്ങനെ ചോദിച്ചു. ഒരു പയ്യനാണ് പുള്ളിക്കാരനടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടെ പറ്റിയല്ല, കിടക്കണതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ, പക്ഷേ ഇവിടെ ഡേഞ്ചറാണ്, കാരണം ലോറിയൊക്കെ തന്നെയാണ്, കാരണം നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അപ്പോൾ പമ്പിൽ കൊണ്ട് അടിച്ചെന്ന് പറഞ്ഞു. അത് വലിയ വണ്ടിയൊക്കെ വന്നത്. അതെ ഇത് നമുക്കപ്പോൾ അവിടെ കുക്കിങ്ങും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞു പെട്രോൾ അടിക്കുവാണെങ്കിൽ, ആദ്യം തന്നെ ഞങ്ങൾ പോയി പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചപ്പോൾ അവർ ഓക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റേ അടിച്ചോ, എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുക്കിങ്ങും പരിപാടിയൊക്കെ എവിടെ ഇട്ട് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഇനി പമ്പിൻ്റെ അടുത്തായതുകൊണ്ട് ഗ്യാസും കുറ്റി കത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണ്. ഒരു എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ചോദിച്ചു നോക്കണം വേറെ എവിടെയെങ്കിലും. അത്ര ഏരിയ ഉണ്ട്, ഇത് കണ്ടോ, ഇതിൻ്റെ ആ മൂലയ്ക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് അല്ലേ? എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല ഇവിടെ ഇട്ട് ചെയ്യിപ്പിച്ചില്ലേല്, നമ്മൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പണി പാടും. അല്ല ചോദിക്കാണ്ട് ചെയ്യാൻ പറ്റില്ല, പമ്പല്ലേ. അതാണ് അവന്മാര് കേരളത്തിൽ നിന്ന് വന്ന് പമ്പ് കത്തിച്ചെന്ന് പറയുന്നത്. വല്ലതൊക്കെ പറയണം. ഇവിടെ പുളിയാണ് വെറുതെ. മറ്റേ അൽഗൊയ്ദ എന്നൊക്കെ പറഞ്ഞല്ലേ, ഖാസിൻസ് എന്ന് പറഞ്ഞ പുതിയ തീവ്രവാദി സംഘടന. അവരുടെ ഒരു നമ്പർ പ്ലേറ്റ് മാത്രം കിട്ടിയത്. അതേപോലെ ചെമ്മീപ്പുളി വീട്ടിൽ കുറെ ഉള്ള കാരണം എനിക്ക് പിന്നെ വേണം കയ്യെത്തിച്ച് മറിക്കണം. എനിക്ക് ഞാൻ കാണിച്ചു തരാവേ. അത് കണ്ടിട്ടില്ലല്ലോ ചെമ്മീപ്പുളി കാണാത്ത. അതെ, അല്ലെങ്കിൽ സീസൺ ഇതാണോ സീസൺ? അതിന്റെ ഏത് ഇതാണ് എന്റെ സീസണാ? ചെമ്മിപ്പുളി അവിടുത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഇത് ചെമ്മീപ്പുളി കാണാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഇതല്ല. ഇതിനകത്ത് ഓട്ടി വെച്ച് പറിക്കണമെന്ന് പറഞ്ഞാൽ ഇറക്കി ചെമ്മീപ്പുളി അല്ലല്ലോ, ഇത് നെല്ലിക്കാപ്പുളി അല്ലേ? ആ ചെമ്മിപ്പുളി ചെമ്മീപ്പുളി ഇവര് ഏതവനെ എടുക്കും. ആ നമുക്ക് വിശ്വസിച്ചത് പറയുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് ശ്രദ്ധിക്കണം.
അതെ ആ വമ്പൊക്കെ ലൈറ്റൊക്കെ ഓണാക്കി തുടങ്ങി. ഓ ഇവിടെ ഈ സെറ്റായി. പക്ഷെ ആ ട്രെയിലർ വന്നപ്പോൾ ലൈറ്റ് ഓണാക്കി വന്നെങ്കിൽ മര്യാദക്ക് കണ്ടേനു. ഫുള്ള് ലാക്കായതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാന്നറിയാൻ പാടില്ല. വണ്ടിയാണ് വണ്ടി പമ്പി സ്റ്റേ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എന്തത് കടയിലോട്ട് വന്നു. കടയിൽ വന്നിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കും അല്ലേ. നല്ല വിശപ്പുണ്ട്. കാരണം അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അവിടെ കണ്ട ലോറി മൊത്തം അത് ഇതേപോലെ ഇവിടെ മാത്രം ഉണ്ടാവും. അത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഓടിക്കുന്നത് അറിയാൻ പറ്റില്ല. എന്ത് മനുഷ്യന്മാരാണെന്നറിയാം. ഒരു നല്ല അനുഭവം അയാൾക്കുണ്ട്. അയാൾ പറയും ഇവിടുത്തെ മാനേജർക്ക് കുഴപ്പമില്ല. മാനേജർ പറഞ്ഞു ഇവിടെ എവിടെ വേണമെങ്കിലും കൊണ്ടാ കൂട്ടിയിട്ട് പാതിരാത്രി